ടോക്കിയോ എന്ന ആനിമി സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് അതിന്റെ 8ാമത്തെ എപ്പിസോഡിലാണ്. ഇതുവരെയുള്ള എപ്പിസോഡ്സ് കാണാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള എപ്പിസോഡ്സ് എല്ലാം ചാനലിൽ കിടപ്പുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം ബാക്കിയാണ്. ലൈക്കും ഷെയറും കമന്റ് ഒക്കെ ചെയ്തേക്കുക. നിങ്ങളുടെ കമന്റ്സ് ആണ് എന്റെ മോട്ടിവേഷൻ. സെക്കൻഡ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പറ്റുന്ന എല്ലാവരും കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ആ രണ്ട് ഓഫീസേഴ്സിനെയാണ് കാണിക്കുന്നത്. അവര് ബേസിക്കലി ഈ ഒരു ഗോൾസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഒക്കെ ചെയ്ത് നിൽക്കുകയാണ്. ബേസിക്കലി ആ വെള്ളത്തലമുടിയുടെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ വർക്കാക്കുമെന്ന് അവന്റെ ഒരു ഗട്ട് ഫീലിംഗ് പറയുന്നുണ്ട്. സോ അതുകൊണ്ടിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി അവർ നിൽക്കുന്നത്. അതിന് നമ്മുടെ വെള്ളത്തലമുടിയുടെ കയ്യിൽ ഒരു ബാഗ് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ജെയ്സൺ കണ്ടിട്ട് ജെയ്സൺ അവനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ ബാഗിൽ എന്താണെന്ന്. അത് നീ അറിയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷമാണെങ്കിൽ അന്റീക്കോ ആണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ കോഫി ഷോപ്പാണ് കാണിക്കുന്നത്. ഹീനമി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എന്തോ ഒരു മണം അടിച്ചിട്ട് ഇങ്ങനെ എഴുന്നേക്കുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കാൻഗിനെയും ടോക്കേനെയാണ് കാണിക്കുന്നത്. ഹേയ് ടോക്ക, നീ എങ്ങോട്ടാ പറയാണ്ട് പോയത്? ഞാൻ പോയതിന് നീ ആയിട്ടൊരു ബന്ധമില്ല. അല്ല ടോക്ക, എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ ഞാനും നിന്റെ കൂടെ നിൽക്കാം. ഇപ്പൊ തൽക്കാലത്തേക്ക് എനിക്ക് നിന്റെ ഒരു ഹെൽപ്പിന്റെ ആവശ്യമില്ല. അങ്ങനെ ടോക്ക പുറത്തേക്ക് നടന്നു പോകുന്ന സമയത്ത് ഹീനമിന്റെ റൂമിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഒന്ന് റൂം തുറന്നു നോക്കുന്ന സമയത്ത് റൂമിന്റെ അകത്ത് ഹീനമി ഉണ്ടാവില്ല. ഇത് കാണുന്ന ടോക്കയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഞെട്ടി പേടിച്ച് നിൽക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹീനമയാണെങ്കിൽ എന്തോ ഒന്ന് സ്മെല്ല് ചെയ്ത് എങ്ങോട്ടോ നടക്കുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. നമ്മുടെ ടോക്കയും കാനകിയും കൂടെ ആണെങ്കിൽ അവളെ ആണെങ്കിൽ അവിടെ പരിസരങ്ങളിൽ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഇനി ഹീനമിന്റെ അമ്മ മരിച്ചിടത്തേക്കാണോ പോയെന്നറിയാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തേക്കും പോയി അവിടെയും നോക്കുന്നുണ്ട്. പക്ഷെ അവിടേക്കും നമ്മുടെ ഹീനമി ചെന്നിട്ടുണ്ടാവില്ല. പിന്നെ നമ്മുടെ ഹീനമിനെയാണ് കാണിക്കുന്നത്. ഹീനമി ഇപ്പൊ ചെന്നിരിക്കുന്നത് ആ ഒരു ബാഗിന്റെ അടുത്തേക്കാണ്. നമ്മുടെ ആ വെള്ള തലമുടിയൻ ഉണ്ടായിരുന്ന ഒരു ബാഗിന്റെ അടുത്തേക്ക്. ആ ഒരു ബാഗിന്റെ സിപ്പിന്റെ പുറത്തു കൂടെ ഒരു കൈപ്പത്തി അല്ലെങ്കിൽ കുറച്ച് വിരലുകൾ പൊങ്ങി നിൽക്കുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. അതായത് അതിനകത്തുള്ളത് നമ്മുടെ ഹീനമിന്റെ അമ്മ തന്നെയായിരുന്നു. ഇത് കാണുന്ന ഹീനമിയാണെങ്കിൽ കാറി പൊളിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കാനകിയും അതുപോലെ തന്നെ ടോക്കയും കേൾക്കുന്നുണ്ട്. ഇതേ സമയത്ത് കാനകി നോക്കുന്ന സമയത്ത് ആ ഒരു ഇൻവെസ്റ്റിഗേറ്ററും ആ ഒരു ഒച്ചകെട്ടിടത്തേക്ക്, അതായത് നമ്മുടെ ടോക്കേന്റെ പുറകെ ഓടുന്ന രീതിക്ക് കാണുന്നുണ്ട്. നമ്മുടെ കാനകിന്റെ മനസ്സിലാണെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റിഗേറ്ററിനെ ഒരിക്കലും അവരുടെ അടുത്ത് എത്താൻ സമ്മതിക്കരുത് എന്നുള്ള ഒരു സാധനം ഉള്ളതുകൊണ്ട് നമ്മുടെ കാനകിയും അവനെ തടയാൻ വേണ്ടി ഓടുകയാണ്. അങ്ങനെ നമ്മുടെ കാനകി ഓടി ചെന്ന് നമ്മുടെ ജെയ്സൺ എന്ന് പറയുന്ന ആ ഒരു ഇൻവെസ്റ്റിഗേറ്ററിന്റെ മുമ്പ് പോയി നിൽക്കുന്നുണ്ട്. ആരാ നീ? അതിനുശേഷം പിന്നെയും നമ്മുടെ ഹീനമയുള്ള സ്ഥലമാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീനമയാണെങ്കിൽ ആ ഒരു ബാഗും കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. ഇതേ സമയം നമ്മുടെ ടോക്കിയും അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ ബാഗിൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതെന്റെ അമ്മയാ. ഗോൾസിന് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള അധികാരമില്ല. എനിക്ക് എന്റെ അമ്മേനെ കാണാൻ തോന്നുന്നു. എന്നെ എൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് വിടുവോ ടോക്ക? ഇങ്ങനെയൊക്കെ പറയാൻ പാകത്തിന് അവൾ എന്തോരമാണ് സഫർ ചെയ്യുന്നതെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. അത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്രയും സഫർ ചെയ്യേണ്ടി വരുന്നത് ഗോൾസ് എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ്. നമ്മുടെ ടോക്കയാണെങ്കിൽ നമ്മുടെ കുഞ്ഞ് ഈനമിനെ ഒരുപാട് സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവളെ ഹഗ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ആരോ വരുന്നതിന്റെ ഫുഡ് സ്റ്റെപ്സ് കേൾക്കുവാണ്. ബേസിക്കലി ഇതാ വെള്ള തലമുടിയുടെ ഒരു ട്രാപ്പായിരുന്നു. അതായത് അമ്മേനെ അവിടെ വെച്ച് ഇവളെ ആ ഒരു സ്മെല്ലടിപ്പിച്ച് ഇവളെ അങ്ങോട്ട് കൊണ്ടുവരിക, അപ്പോൾ ആ റാബിറ്റിനെ കിട്ടും എന്നുള്ള ഒരു സംഭവത്തിലാണ് നമ്മുടെ അണ്ണൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതിനുശേഷം പിന്നെയും നമ്മുടെ കാനകിനെയും ജെയ്സണെയാണ് കാണിക്കുന്നത്. നീ ആ റാബിറ്റിന്റെ ഫ്രണ്ടാണ് അല്ലേ? പക്ഷെ എനിക്കിപ്പം നിന്റെ കൂടെ കളിക്കാൻ നേരമില്ല, മാറി നിൽക്ക്. നിന്നെ ഈ വഴി കടന്നു പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതിനുശേഷം പിന്നെയും നമ്മുടെ ടോക്കേനെയും ഹീനമിനെയാണ് കാണിക്കുന്നത്. ഓ കുട്ടി ഗോൾ, നിനക്ക് തന്ന ആ സമ്മാനം എങ്ങനെ ഉണ്ടായിരുന്നു? നീ നിന്റെ അമ്മേനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ? അവളെ കൊന്നപ്പോഴില്ലേ ചുറ്റും ബ്ലഡ് ആയിരുന്നു, ബ്ലഡ് മൊത്തം. ഇത് കേൾക്കുന്ന ടോക്കൊക്കെയാണ് സഹിക്കാൻ പറ്റാണ്ട് അവളുടെ ആ ഒരു കാകനൊക്കെ പെട്ടെന്ന് തന്നെ പുറത്തിട്ട് ഇവനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ കാനകിയും ജെയ്സണും തമ്മിൽ അവിടെ ചെറുതായിട്ടൊരു ഫൈറ്റിംഗ് തന്നെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഈവൻ തോ നമ്മുടെ കാനകിക്കാണ് അടികൊള്ളുന്നതെങ്കിലും നമ്മുടെ കാനകി അവനെ അത്യാവശ്യം അടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവനിട്ട് നല്ലോണം ഒന്നും കാനകി കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവനാണെങ്കിൽ നമ്മുടെ കാനകിനെ തൂക്കിയിട്ട് എറിയുന്നുണ്ട്. വീണ്ടും നമ്മുടെ കാനകി എഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ജെയ്സൺ ആണെങ്കിൽ അവന്റെ ക്യൂൻ കെ അല്ലെങ്കിൽ അവന്റെ ആ ഒരു സ്യൂട്ട് കേസിന് ഉണ്ടായിരുന്ന ആ ഒരു എനർജീനെ പുറത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കാനകിനെ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. കാനകിയാണെങ്കിൽ ആ ഒരു ടോപ്പ് സൈഡിൽ നിന്ന് നിലത്തേക്ക് വീണുവാണ്. പിന്നെ കാണിക്കുന്നത് ആ ഒരു വെള്ളത്തലമുടിയനാണ്. ആ വെള്ളത്തലമുടിയനാണെങ്കിൽ ഇപ്പൊ ഹീനമിന്റെ അച്ഛന്റെ കാകനായിട്ടുള്ള ആ ഒരു സാധനം വെച്ചിട്ടാണ് അവൻ ഇപ്പൊ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഹീനമി കണ്ടിട്ട് ഭയങ്കരമായിട്ട് ടെറിഫൈഡ് ആയിട്ട് നിൽക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. ആ ഇൻവെസ്റ്റിഗേറ്ററും ടോക്കയും തമ്മിൽ അത്യാവശ്യം നല്ല കിടിലൻ ഒരു ഫൈറ്റ് തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ടോക്ക അവന്റെ ഒരു ക്യൂൻ കെ ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊളത്തിയിട്ടതിന് ശേഷം ആ ഒരു ക്യൂൻ കെയിലുള്ള അവന്റെ കൺട്രോൾ പോയ
പോയതിനു ശേഷം അവനെ അടിച്ച് നിലത്തിടുന്നുണ്ട്. അതിനുശേഷം പിന്നെയും നമ്മുടെ കാനകിന്റെ സൈഡാണ് കാണിക്കുന്നത്. കാനകി ഇപ്പൊ ആണെന്നാണെങ്കിൽ തെറിച്ച് വന്ന് നിലത്ത് വീണിരിക്കുകയാണ്. അവന്റെ അടുത്തേക്ക് ഇപ്പൊ ജെയ്സണും നടന്നു വരുന്നുണ്ട്. നിങ്ങൾ ഗോൾസ് ഈ ലോകത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ വേൾഡ് എത്ര പീസ്ഫുൾ ആയിരുന്നേനെ. നിങ്ങൾ കാരണം എത്ര പേരുടെ ജീവനാണ് പോയത്. നിങ്ങൾ കാരണം എത്ര കുട്ടികളുടെ പാരന്റ്സിനാണ് നഷ്ടപ്പെട്ടത്. എത്ര പാരന്റ്സിനാണ് കുട്ടികളെ നഷ്ടപ്പെട്ടത്. അവരൊക്കെ നിങ്ങൾക്ക് വരും തിന്നാനുള്ള ഭക്ഷണമായിരിക്കും. ശരിക്കും അവരൊക്കെ ഒരു ലൈഫ് ജീവിക്കുന്ന ആൾക്കാരാണ്. അതിനുശേഷം പിന്നെയും നമ്മുടെ ടോക്കേനെയാണ് കാണിക്കുന്നത്. നിനക്കറിയോ, ഒരു കാരണവും ഇല്ലാണ്ട് ഒരാൾ മരിക്കേണ്ടി വരുന്ന അവസ്ഥ, അങ്ങനെ ഒരു കാരണമില്ലാതെ മരിക്കേണ്ടി വരുന്നത് കാണുന്ന അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ അവസ്ഥ നിനക്ക് ആലോചിക്കാൻ പറ്റുമോ? അതിനുശേഷം പിന്നെയും നമ്മുടെ കാനകിന്റെ സൈഡാണ് കാണിക്കുന്നത്. അവിടെ ജെയ്സൺ ആണെങ്കിൽ അവനോട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആ റാബിറ്റ് കൊന്നത് ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അവൻ എന്തുകൊണ്ടാണ് മരിച്ചത്? അവനൊരു ഇൻവെസ്റ്റിഗേറ്റർ ആയതുകൊണ്ടോ? അതാണോ അവൻ മരിക്കേണ്ടി വരുന്ന കാരണം? അല്ലെങ്കിൽ ഒരു മനുഷ്യനായതുകൊണ്ടാണോ അവൻ മരിച്ചത്? ഒരു ഗുഡ് റീസണും ഇല്ലാണ്ടാണ്. അവൻ എൻ്റെ ഫ്രണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ കൊല്ലാൻ സാധിക്കുന്നത്? ഇതേ സമയം തന്നെ അപ്പുറത്ത് റിയോക്കോ ആരെയും ഉപദ്രവിച്ചിട്ടില്ലാത്തൊരു ഗോളായിരുന്നു. അവൾ എന്തുകൊണ്ടാണ് മരിച്ചത്? അവൾ മരിച്ചതിന് കാരണം അവളൊരു ഗോളായതുകൊണ്ടാണോ? ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്, ഒരുപാട് പേര്. അതിനെല്ലാം കാരണം നിങ്ങൾ ഗോൾസ് മാത്രമാണ്. ഇവിടെ ബേസിക്കലി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഈ ജെയ്സന്റെ കാര്യം എടുത്താലും ടോക്കേന്റെ കാര്യം എടുത്താലും ഏകദേശം സെയിം സിറ്റുവേഷൻ ആണ്. പക്ഷെ ആരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ചങ്ങായി ചാവണം, ഈ ചങ്ങായി ചത്തേ പറ്റും. ഇജാതി ഒരു സാഡിസ്റ്റ്. അങ്ങനെയും പറഞ്ഞ് നമ്മുടെ ടോക്കെ അയാളെ അറ്റാക്ക് ചെയ്യാൻ പോയ സമയത്ത് അയാളുടെ ക്യൂൻകെ അയാൾ ഓപ്പൺ ചെയ്യണം. അയാളുടെ കയ്യിൽ നമ്മൾ 2 പെട്ടി കണ്ടിട്ടുണ്ടാവും. ഒരു പെട്ടിയിൽ ഹീനമിന്റെ അച്ഛന്റെ കാകനെയാണ് ഉള്ളതെങ്കിൽ മറ്റേ ക്യൂൻകെയിലുള്ളത്, അല്ലെങ്കിൽ മറ്റേ ക്യൂൻകെ എന്ന് പറയുന്നത് ഹീനമീന്റെ അമ്മേന്റെ ആണ്. ആ ഒരു സാധനം യൂസ് ചെയ്ത് നമ്മുടെ ടോക്കേനെ അവൻ അടിച്ചു തീർപ്പിക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീനമീന്റെ സിറ്റുവേഷൻ എന്താന്ന് പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ. അതേ കുട്ടികളെ, നിനക്കിത് മനസ്സിലായില്ലേ? നീ ഇത് കണ്ടിട്ടില്ലേ ഇതിനു മുമ്പ്? നീ നാണിക്കൊന്നും വേണ്ട കുട്ടികളെ. പറ, നിന്റെ അമ്മേനോടൊരു ഹായ് പറ. ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത്രയും ടെറിഫൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കൊച്ചിന്റെ മുഖത്ത് നോക്കിയിട്ടാണ്. ഇത്രയും ടെറിഫൈഡ് ആക്കി നിൽക്കുന്ന ഈ മുഖത്ത് നോക്കി നാണിക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. നിനക്ക് നിന്റെ അമ്മേനെ ഒന്നും കൂടെ കാണുന്നില്ല, നീ ഭയങ്കര സന്തോഷം എന്നും പറഞ്ഞിട്ട് ആ ചെങ്ങായി നല്ല രീതിക്ക് പൊട്ടിച്ചിരിച്ച് നമ്മുടെ ടോക്കേനെ പിന്നെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിനുശേഷം നമ്മുടെ കാനകിനെയാണ് കാണിക്കുന്നത്. കാനകി ഇപ്പൊ ബേസിക്കലി അവൻ്റെ തല്ല് കൊണ്ടോണ്ടിരിക്കുകയാണ്. അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. അവിടുന്ന് കാനകിക്ക് വരുന്ന ഒരു റിയലൈസേഷൻ ഉണ്ട്. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ടോക്കേനെ അവൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അവൻ ടോക്കേനെ പിടിച്ചിട്ട് ടോക്കേനെ ഭയങ്കരമായിട്ട് അവൻ ഉപദ്രവിക്കുന്നുണ്ട്. അതായത് ആ ഒരു ക്യൂൻകെ കൊണ്ടിട്ട് അവളുടെ വയറ്റിൽ ഒരു ഓട്ട വരെ ഇവൻ ഇടുന്നുണ്ട്. ഈ ചെങ്ങായി ബേസിക്കലി ഒരു സൈക്കോ ആണ്, ഒരു സാഡിസ്റ്റ് ആണ്. ഈ ചെങ്ങായി എന്തൊക്കെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആ ഒരു ക്യൂൻകെ കൊണ്ട് നമ്മുടെ ടോക്കേന്റെ വയറിലേക്ക് അവൻ കുത്തുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാനകിന്റെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് കിടക്കാം. ബേസിക്കലി ഇവൻ ഇത്രയും നേരം കേട്ടോണ്ടിരുന്നത് ജെയ്സൺ എന്നൊരു ഹ്യൂമന്റെ കാര്യമാണ്, അല്ലെങ്കിൽ അവന്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ആണ്. അതായത് ഇവനിപ്പോ ബേസിക്കലി ഗോൾസിന്റെ സൈഡും അറിയാം, അതുപോലെ തന്നെ ഹ്യൂമൻസിന്റെ സൈഡും അറിയാം. ഇതിപ്പോ ബേസിക്കലി ഗോൾസിന്റെ ഫീലിംഗ്സിനെ കുറിച്ച് ഇവൻ അറിയാം, ഹ്യൂമൻസിന്റെ ഫീലിംഗ്സിനെ കുറിച്ചും അറിയാം. കാരണം ഇവൻ ഒരു സമയത്ത് ഹ്യൂമൻ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് അവന് പോലും മനസ്സിലാവാത്ത ഒരു അവസ്ഥ. ജെയ്സന്റെ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് ഒരു നല്ല ഇന്നസെന്റ് ആയിട്ട് നടക്കുന്ന ഒരാളെ ഒരു ഗോൾ കൊന്നു, അതുകൊണ്ട് ഇവന് അവന് റിവെഞ്ച് എടുക്കണം, അല്ലെങ്കിൽ ഗോൾസ് ഈ ലോകത്തിന് നാശം വിധിക്കും എന്നുള്ള ഒരു രീതിക്ക് നിൽക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ടോക്കേന്റെ അവസ്ഥയും. ടോക്കയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ അവൾ ശരിക്കും ഒരു ഗോള എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് അവൾ മരിച്ചിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അവളെ കൊന്നിരിക്കുകയാണ്. അതിന്റെ ഒരു റിവെഞ്ചിന്റെ ഇതിലാണ് അവൾ പോകുന്നത്. ബേസിക്കലി ഇവിടെ ശരിക്കും റിവെഞ്ച് എടുക്കുക, കൊല്ലുക എന്നുള്ള ഒരു കാര്യം വിട്ടിട്ട് തമ്മിൽ സംസാരിക്കണം, അല്ലെങ്കിൽ ഗോൾസും ഹ്യൂമൻസും തമ്മിൽ സംസാരിക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മുടെ ടോക്ക അല്ലെങ്കിൽ നമ്മുടെ കാനകി ചിന്തിക്കുന്നുണ്ട്. ബേസിക്കലി ഇപ്പൊ ഈ ഹ്യൂമൻസ് വേഴ്സസ് ഗോൾസ് എന്ന് പറയുന്ന ഒരു സാധനം വിട്ടിട്ട് അതിന് പകരം നല്ലത് വേഴ്സസ് ചീത്തത് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് മാറണം. ഇതിനുശേഷം പിന്നെയും നമ്മുടെ ടോക്കേന്റെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫൈറ്റ് ആണ് കാണിക്കുന്നത്. ടോക്കയ്ക്ക് നല്ല രീതിക്ക് പരിക്ക് പറ്റുന്നുണ്ട്. ഇവളെ ഇത്രയും ഉപദ്രവിച്ചിട്ട് പോരാഞ്ഞിട്ട് നമ്മുടെ ആ വെള്ള തലമുടിയാണ് ഇപ്പൊ നമ്മുടെ ഹീനമീനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവം കൊണ്ട് നമ്മുടെ ഹീനമീനെ പിടിക്കുന്നുണ്ട്. ഇതെല്ലാം റിയലൈസ് ചെയ്യുന്ന നമ്മുടെ കാനകിയാണെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു സംഭവം മനസ്സിലുണ്ടെങ്കിലും, പക്ഷെ ഇവൻ പറഞ്ഞു കൊടുത്താൽ അവൻ എത്രമാത്രം കേൾക്കും എന്നുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവനത് അധികമൊന്നും പറയാൻ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ അവനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. അവനാണെങ്കിൽ ഇവനെ പിന്നെയും അടിച്ചോണ്ടേ ഇരിക്കുവാണ്. ഇതിപ്പോൾ ബേസിക്കലി ഇവൻ ഹാഫ് ഹ്യൂമനും അതുപോലെ തന്നെ ഹാഫ് ഗോളും ആയതുകൊണ്ട് തന്നെ ഇവൻ ഈ കാര്യങ്ങൾ പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇവൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ഗോൾസിൻ്റെ ഫീലിങ്സും അറിയാം, ഹ്യൂമൻസിൻ്റെ ഫീലിങ്സും അറിയാം. സോ ഇവനത് പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു അറിവ്, അല്ലെങ്കിൽ ഇവൻ ഈ കണ്ണ് തുറന്ന് കിട്ടിയ
കിട്ടിയ ഈ ഒരു അറിവ് എല്ലാവരിലേക്കും പകർന്നു കൊടുക്കണം എന്നുള്ളൊരു സാധനം നമ്മുടെ കാനകിക്ക് വരുന്നുണ്ട്. ബേസിക്കലി ഇവിടെ ഹ്യൂമൻസും അല്ല പ്രശ്നം, ഗോൾസും അല്ല പ്രശ്നം, ഇവരുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേരാണ് ബേസിക്കലി പ്രശ്നം. നമ്മുടെ കാനകിനെ ജെയ്സൺ ആണെങ്കിൽ നല്ല രീതിക്ക് എൻജോയ്ഡ് ആക്കുന്നുണ്ട്. പക്ഷെ ഇവന്റെ ഒരു മനസ്സിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം ഉണ്ടാകും. കാരണം അവിടെ നമ്മുടെ ഹീനമിയും ടോക്കയും ഉണ്ട്. അതുകൊണ്ട് ഇവനെ എങ്ങനെങ്കിലും ഇവിടെ പിടിച്ചു നിർത്തണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു വട്ടത്തേക്ക് ഞാനിത് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആ ഒരു മാസ്കിലെ സിബ് ഇങ്ങനെ അഴിക്കുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ നേരെ ചെന്നിട്ട് ജെയ്സണുമായിട്ട് ഫൈറ്റ് ചെയ്ത് ജെയ്സന്റെ ഷോൾഡറിന്റെ അവിടെ നിന്ന് ഒരു ബൈറ്റ് എടുക്കുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കാനകി അവന്റെ കാകനെ യൂസ് ചെയ്യുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ജെയ്സന്റെ കൂടെ കാനകി ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കലും കാനകിക്ക് അവനെ കൊല്ലണം എന്നുള്ളൊരു ഇന്റൻഷൻ മനസ്സിലേ ഇല്ല. നമ്മുടെ കാനകി ബേസിക്കലി ഫൈറ്റ് ചെയ്യുന്നത് ആ ഒരു വെപ്പൺ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ നമ്മുടെ കാനകി ആണെങ്കിൽ ആ ഒരു വെപ്പൺ നശിപ്പിക്കുന്നുണ്ട്. ആ ഒരു വെപ്പൺ ഇല്ലാണ്ട് എല്ലാ ഇൻവെസ്റ്റിഗേറ്റേഴ്സും ഹെൽപ്ലെസ് തന്നെയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കാനകിന്റെ കൺട്രോൾ ഏകദേശം പോകുന്ന രീതിക്ക് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കാനകിയാണെങ്കിൽ അവനോട് വേഗം ഓടി രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നുണ്ട്. ഹേയ്, ഞാൻ ഓടൂല, ഞാനൊരു ഗോളിനെ പേടിച്ച് ഒരിക്കലും ഓടില്ല. അതേസമയം തന്നെ നമ്മുടെ കാനകിന്റെ കൺട്രോൾ ഒരു സെക്കൻഡത്തേക്ക് പോയിട്ട് ആ ഒരു കാകനെ യൂസ് ചെയ്തിട്ട് അവനിട്ട് ഒരു നല്ലൊരു അടി കൊടുക്കുന്നുണ്ട്. അവനാണെ തീർച്ചടിച്ച് പോയി വീഴുന്നുണ്ട്. തന്നോടൊന്ന് ഓടി രക്ഷപ്പെടാനല്ലേ പറഞ്ഞേ, എന്റെ കൺട്രോൾ ഭയങ്കരമായിട്ട് എന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്, നിങ്ങളൊന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ടോ? അതേ മച്ച, ഒരു അടി കിട്ടിയില്ലേ, ഓടാൻ പറഞ്ഞപ്പോ ഓടണം. അത് കഴിഞ്ഞിട്ട് പുള്ളി ഓടൂട്ടോ, അത് വേറെ കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മുടെ ടോക്കന്റെ ഭാഗമാണ് കാണിക്കുന്നത്. ഇതേ സമയം ഇവിടെ ആണെങ്കിൽ ടോക്ക ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുകയാണ്. അവളെ നല്ല രീതിക്ക് അവൻ ഡാമേജ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടത്തിൽ തന്നെ അവനാണെങ്കിൽ ഇപ്പൊ ഹീനമീനെയും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ നമ്മുടെ ഹീനമീനെ ഉപദ്രവിക്കാൻ പോകുന്ന അപ്പൊ തന്നെ പെട്ടെന്ന്, അല്ല ഇവിടെ ഇപ്പൊ എന്താ നടന്നേ, എനിക്കിപ്പോ എന്താ പറ്റിയേ, എന്റെ ഒരു ക്യൂൻകെ എവിടെ, അല്ല എൻ്റെ ഒരു കൈ എവിടെ? അങ്ങനെ അപ്പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ഹീനമി ഉണ്ടാവും. ഹീനമീന്റെ കാകന എന്ന് പറയുന്നത് അവളുടെ അച്ഛന്റെയും അവളുടെ അമ്മേന്റെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കാകനയാണ്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു കാകന തന്നെയാണ്. എന്ത് നല്ല കാകനെ, എനിക്കത് വേണം. കിളവനൊരു കയ്യില്ല, എന്നാലും ചിലക്ക് കുറവൊന്നുമില്ല. ഇതേ സമയം നമ്മുടെ ഹീനമി ആണെങ്കിൽ ആ ചെങ്ങായിട്ട് നല്ലോണം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി അയാൾക്കൊരു കൈയില്ലാത്തതുകൊണ്ട് അയാളിപ്പം ഹെൽപ്ലെസ് സിറ്റുവേഷനിലാണ്. അതായത് ഹീനമിക്ക് തന്നെയാണ് അപ്പർ ഹാൻഡ്. ഹീനമി നല്ലോണം അയാളെ ഉപദ്രവിക്കുന്നുണ്ട്. അയാളുടെ കാലും നമ്മുടെ ഹീനമി മുറിച്ച് കളയുന്നുണ്ട്. ഹേയ് ഹീനമി, അയാളെങ്ങ് കൊന്നു കളഞ്ഞേക്ക്. ഹേയ് ടോക്ക, എനിക്ക് റിവെഞ്ച് എടുക്കണമെന്ന് ഒരാഗ്രഹമില്ല. എൻ്റെ ആഗ്രഹം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹ്യൂമൻസ് എല്ലാം ജീവിക്കുന്ന പോലെ നമുക്കും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റണം, ഒരു പ്രശ്നമില്ലാണ്ട്. ഇങ്ങനെ നമ്മുടെ ഹീനമി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ചെങ്ങായി പിന്നെയും നമ്മുടെ ഹീനമീനെ കൊല്ലാൻ വേണ്ടി എഴുന്നേറ്റ് വരികയാണ്. അങ്ങനെ വരുന്ന കാണുന്ന ടോക്കയാണെങ്കിൽ അവനെ പുറകിൽ നിന്ന് അങ്ങ് കൊന്നു കളയുന്നുണ്ട്. അവൻ ചാവണ്ടവനല്ലേ, എന്തായാലും അങ്ങനെ തോന്നില്ലേ? അവൻ ചാവണമെന്ന് മുന്നേ തോന്നിയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ഇടേ. അതിനുശേഷം പിന്നെ നമ്മുടെ ജേസണെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ഇപ്പൊ ബേസിക്കലി അവനെ ആ ഒരു ഗോൾ എന്തുകൊണ്ട് കൊല്ലാതെ വെറുതെ വിട്ടു എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലാണ്. അതിനുശേഷം പിന്നെ നമ്മുടെ കാനകിനെയാണ് കാണിക്കുന്നത്. കാനകിക്കാണെങ്കിൽ അവന്റെ ആ ഒരു എബിലിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് അവനിപ്പം ഭയങ്കര വിശന്ന് നിൽക്കുന്ന ഒരു സമയത്താണ്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ യോമോ വരുന്നുണ്ട്. ഇത് സെൻസ് ചെയ്യുന്ന നമ്മുടെ കാനകിയാണെങ്കിൽ അവന്റെ കൺട്രോൾ പോയിട്ട് നേരെ ചെന്ന് നമ്മുടെ യോമോനെ അങ്ങ് കുത്തുന്നുണ്ട്. ഗോളായതുകൊണ്ട് അവന് വലുതായിട്ടൊന്നും പറ്റുന്നില്ല. അവനാണെങ്കിൽ നമ്മുടെ കാനകിനെ സമാധാനിപ്പിച്ച് ആ ഒരു പൊതി കൊടുത്ത് ഇത് കഴിക്കുക, നിന്റെ വിശപ്പ് മാറട്ടെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെയും നമ്മുടെ ടോക്കനാണ് കാണിക്കുന്നത്. ടോക്കയാണെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന ആ ഒരു ഇൻവെസ്റ്റിഗേറ്ററിന്റെ ആ ഒരു കയ്യോറ ഊരി നോക്കുന്ന സമയത്ത് അവൾ ഭയങ്കര രീതിക്ക് ഞെട്ടുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവന്റെ കൈ കാണിക്കുന്ന സമയത്ത് ആ കയ്യിൽ ഒരു റിംഗ് ഉള്ള രീതിക്ക് കാണിക്കുന്നുണ്ട്. ബേസിക്കലി എല്ലാ നായകന്മാരും ആരുടെയെങ്കിലും ഒക്കെ കഥയിൽ വില്ലന്മാരായിരിക്കും എന്ന് പറയുന്ന പോലെ. അപ്പത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ കാനകിയും യോമോയും കൂടെ വരുന്നുണ്ട്. അങ്ങനെ അവരെല്ലാരും കൂടെ അവിടെ വിട്ട് പോകുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ഇൻവെസ്റ്റിഗേറ്ററിനെയാണ് കാണിക്കുന്നത്. ആ ഇൻവെസ്റ്റിഗേറ്റർ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ മാഡോ എന്ന് പറയുന്ന അയാളുടെ ആ ഒരു സുപ്പീരിയർ ഓഫീസർ ഇപ്പൊ അവിടെ മരിച്ചു കിടക്കാണ്. ആ മരിച്ചു കിടക്കുന്ന കാണുന്ന അയാളെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. അതിനുശേഷം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടിയായിട്ടുള്ള ഹീനമി മേ ബി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാൻ പാടില്ലാത്തവരായിരിക്കും അല്ലേ, ആ രീതിക്ക് ചോദിക്കുന്നുണ്ട്. അല്ല, നീ പറയുന്നത് തെറ്റാണ്. എല്ലാവരെയും പോലെ തന്നെ, എല്ലാ ഹ്യൂമൻസിനെ പോലെയും തന്നെ നമുക്കും ഈ ലോകത്തിൽ ജീവിക്കാൻ, അല്ലെങ്കിൽ എല്ലാ ഗോൾസിനും ഈ ലോകത്തിൽ ജീവിക്കാനുള്ള അധികാരമുണ്ട്. ഇങ്ങനെ കാനകി പറഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ തിരിച്ച് നടക്കുന്ന പോലെ കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കുക. സോ ഗൈസ്, കമന്റും ചെയ്യണം. നിങ്ങളുടെ കമന്റ്സ് ആണ് എൻ്റെ മോട്ടിവേഷൻ. സോ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.